guys, hope you guys are doing great. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് ഇപ്പോഴും ഒരുപാട് അച്ഛൻ്റെ അമ്മൻ്റെ കൂടെയുള്ള ഷോർട്സ് ആയാലും വീഡിയോസ് ഇടുമ്പോഴും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് വയനാടല്ല അച്ഛനും അമ്മയും ആരാന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ Q&Aയിൽ ഇത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ഇപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടാണ്. പിന്നെ നിങ്ങളും കാണണം. ഇതിൽ ഞാനൊരു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് വയനാടേക്ക് പോവാണ്. എല്ലാ സൺഡേസും ആണ് ഞാൻ അച്ഛനും അമ്മനെയും കാണാൻ പോവാറ്. സോ അച്ഛനും അമ്മയും ആരാന്നുള്ളതും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ എന്താണെന്നുള്ളതും ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ക്യാമറ ഏത് ആംഗിളിലൊക്കെ നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ അല്ലാണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എനിക്ക് കോങ്കണ്ണുണ്ട്. പക്ഷെ കോങ്കണ്ണൊന്നുമില്ല ഗൈസ്. നോക്കുന്ന സ്ഥലം കണ്ടു. ഞാൻ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ക്യാമറ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ. ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത്. സോ ഞാൻ എന്തായാലും അച്ഛൻ്റെ അമ്മൻ്റെ വീഡിയോ അവിടെ എത്തിയിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് സർപ്രൈസും കൂടി കാണിച്ചു തരാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. എന്താ നോക്കുന്ന പോലെ നമ്മൾ ലൈഫിലേക്ക് പ്രതീക്ഷിക്കാണ്ട് കടന്നു വരുന്ന കുറേ മനുഷ്യരില്ലേ, അതിൽ 2 പേരാട്ടോ ഈ അച്ഛനും അമ്മയും. ഞാൻ അവരെ അച്ഛനും അമ്മ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ? പ്രായം കൊണ്ടാട്ടോ. കാരണം അച്ഛനും അമ്മയ്ക്ക് ഏകദേശം 80 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് താമരശ്ശേരി ചുരത്തുമലാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്. ഞാൻ ഞായറാഴ്ച ആട്ടോ എപ്പോഴും അവരെ കാണാൻ വേണ്ടി പോവാറ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള RX ആണ് കേട്ടോ. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ വീട് വരുന്ന വൈത്തിരിയാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ളതാണ് ഇത് കാണുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് ഇരുന്ന് സംസാരിക്കണം. ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കണം. എൻ്റെ മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്നതാണിത്. നേരെ ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അമ്മ ഇത് അടുക്കളയിൽ ഉച്ചക്കിലേക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി കൊണ്ട് നിൽക്കുക കേട്ടോ. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധു സ്ത്രീ ആട്ടോ. നമ്മളെന്താ പറയുക, ഒരു എന്താ സ്നേഹിച്ച് കൊതി തീരില്ല അവരില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആട്ടോ അമ്മ. ഇത് അമ്മേൻ്റെ സാമ്രാജ്യമായിട്ട് ഈ കാണുന്ന അടുക്കള എന്ന് പറയുന്നത്. ഒന്നുമില്ല, അതിന് മാത്രം ഒന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രം, അതന്നെ അവർക്ക് ധാരാളം. അതുപോലെ ഉണ്ടല്ലോ അമ്മ ഒറ്റ പാത്രത്തിലാട്ടോ ചോറും കറിയെല്ലാം വെക്കുന്ന ആള് സൂപ്പറാണ്. ഭയങ്കര സ്നേഹമാട്ടോ അമ്മയ്ക്ക്. എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാവാണ് കണ്ണിച്ചിരിക്കുന്നത്. എനിക്ക് അച്ഛനും അമ്മനെയും കാണാൻ വരുന്ന വെച്ചാൽ അത്രയും സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ ഒരു നിഷ്കളങ്കമായ ഈ ഒരു ജീവിതമല്ലേ, അതെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഇവരെ ആദ്യം കാണുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 2 കൊല്ലം മുന്നേ ഞാൻ വയനാട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇവരെ വീടിന് നേരെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞി എന്താ പറയുക, ഒരു ഷെഡെന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെട്ടി പോലെ ആയിട്ട്. അതിൻ്റെ മുകളിൽ അമ്മയും അച്ഛനും രാവിലെ നേരത്തെ എണീറ്റിട്ട് പായസം ഉണ്ടാക്കും, മുളയരി പായസം. അതുണ്ടാക്കി വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കാണിക്കുന്നുണ്ടാവും. ഇതെനിക്ക് 300K ആയിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ. അതിൻ്റെ കേക്ക് ഞാനിതാ അച്ഛൻ്റെ അമ്മൻ്റെ കൂടെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കാരണമാണ് എനിക്കൊരു സന്തോഷം തന്നിട്ടുള്ളത്. നിങ്ങളോട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു മൊമെൻറ്റിൽ. ബാക്ക് ടു ദ സ്റ്റോറി. അപ്പോൾ ഞാൻ ഒരു ദിവസം പായസം കുടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിർത്തിയിട്ട്, അപ്പോൾ പായസം കുടിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, മോൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താ പേരെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കണ്ട് പരിചയമായപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടാളെ സംസാരം കേട്ടോ. അങ്ങനെ പിറ്റേത്തെ ആഴ്ച ഞാൻ പോയി. പിന്നെ ഞാൻ ഇവരെ കാണാനായിട്ട് എല്ലാ ഞായറാഴ്ച പോകാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഇതാ 2-3 കൊല്ലമായിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ച ഇവരെ കാണാൻ വേണ്ടി പോകും കേട്ടോ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് കഴിഞ്ഞ പാട് ഞാനൊരു സൺഡേ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിന് മുന്നേ എല്ലാ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. ഇത് അച്ഛനും അമ്മയും അവിടെ നോക്കുന്ന ഡോഗ്സാണ്. അച്ഛൻ്റെ അമ്മന് ചെമ്പനും അതുപോലെ സിദ്ധിക്കും. പിന്നെ അമ്മ എന്താ പറയുക, അമ്മയ്ക്ക് അരയ്ക്കുന്ന കല്ലാട്ടുള്ളത്. ഇവിടെ ഉണ്ടല്ലോ മിക്സി ഇല്ല, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല കേട്ടോ. അമ്മയ്ക്ക് ഇതുപോലെ അരയ്ക്കാനാണ് ഇഷ്ടം. പൈപ്പ് വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ കിണറിന് വേണം മുക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മ കുളിക്കുന്നതൊക്കെ ഇങ്ങനെ പുഴയിൽ പോയിട്ട് കുളിക്കുക, അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകുക കേട്ടോ. ഞാൻ RX 100ലാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അച്ഛൻ്റെ വീട്ടിൻ്റെ ബാക്കിലുള്ള ഏരിയാസ് ആട്ടോ. ലൈക്ക് എന്താ പറയുക, ഒരു കാടാണ് ബാക്കോട്ടേക്ക് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ അറിയുമോ, നമ്മളെ നാട്ടിൽ നിന്ന് വിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകതര ഫീല്, ഫുള്ള് തണുപ്പും നല്ല വൈബാട്ടോ. അടിപൊളി സെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് അമ്മ ഇതെനിക്ക് ചോറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും ഞാൻ എപ്പോഴും ഞായറാഴ്ച ഒന്നിച്ച് ഇതിനോട് ചോറ് കഴിക്കുക. പിന്നെ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്. അമ്മ എന്താ പറയുക, ഇവിടെ ഹാളിലിരുന്ന് കഴിക്കുകയില്ല. അമ്മയ്ക്ക് അടുക്കളയിൽ പോയിട്ട് അവിടെ ഗ്യാസും കുറ്റീൻ്റെ മുകളിൽ ഇരുന്ന് തന്നെ ചോറ് കഴിക്കണം ഒറ്റയ്ക്ക്. അതാ ഇഷ്ടം. അതും അച്ഛൻ കഴിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അമ്മ കഴിക്കുക. അമ്മക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം കേട്ടോ. എത്ര വിളിച്ചാലും അമ്മ അവിടെ വന്നിരിക്കൂല.
ഇപ്പം നമ്മൾ ഏകദേശം ചോറെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആവാനായിട്ട് അപ്പോൾ അമ്മ ഫുൾ അടിച്ചു വരൊക്കെ ചെയ്യുകയാണേ. പിന്നെന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ഇവിടെ വരുന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ലൈഫും എനിക്ക് ഇവർ തരുന്ന സ്നേഹവും അതൊന്നും വേറെ എവിടെയും പോയാൽ കിട്ടൂല. എൻ്റെ ഉപ്പാനും ഉമ്മാനും ഞാൻ കാണുന്ന പോലെ തന്നെയാട്ടോ അവരെ കാണുന്നത്. കാരണം അത്ര അടിപൊളിയാടാ, അത്ര അടിപൊളിയാണ്. ഇവരെ കൂടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് എന്താ പറയുക, ലൈഫിൽ മേ ബി എവിടെ നിന്ന് ഈ ഒരു സ്നേഹമൊന്നും കിട്ടൂല. അങ്ങനത്തെ ഒക്കെ ഒരു ഇതില്ല. അതാണ്, അതുകൊണ്ടല്ല എല്ലാ ഞായറാഴ്ച അവരെ കാണാൻ വേണ്ടി ഓടി വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് എന്തിനാ എപ്പോഴും വയനാട് പോകുന്നത്, എപ്പോഴും വയനാട് പോകുന്ന റീൽസാലും ഉണ്ടാവാറെന്നല്ലേ. ഇവരെ കാണണമെങ്കിൽ ഞാൻ വയനാട് അല്ലാണ്ട് ഊട്ടി പോയാൽ ഇവരെ കാണാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇവരെ കാണാനായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഡോഗല്ലേ, ചെമ്പനായാലും സിദ്ദീഖായാലും എന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാവർക്കും. എല്ലാവരും ഭയങ്കര രസം എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഞായറാഴ്ച രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴേക്ക് മാറ്റി ഇവിടെ നിന്ന് ഇറങ്ങോട്ടോ. തിരിച്ചിട്ട് കോഴിക്കോടേക്ക് എത്തും. ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് നാട്ടിലെത്തിട്ടോ. പോയി വരുമ്പോൾ എനിക്ക് വയനാട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അച്ഛനെയും അമ്മയും കാണാമല്ലോ എന്നുള്ളത്. തിരിച്ച് വരുമ്പോൾ ഒരു എന്തോ പോലെയാട്ടോ. അപ്പോൾ അത് ഞാൻ തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ബായി പറയാട്ടോ നിങ്ങളടുത്ത് നോക്കിയിട്ട്. ഇപ്പം അച്ഛൻ ഉണ്ടല്ലോ, എനിക്കൊരു ഉമ്മ വരുന്നുണ്ട്. ആ ഉമ്മ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് അച്ഛനെ നിന്ന് കിട്ടുന്ന കേട്ടോ. ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആയിപ്പോയിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേൻ്റെ ഉമ്മ ഉണ്ടാകുന്ന പറഞ്ഞപ്പോൾ അമ്മ തന്ന ഉമ്മയായിട്ട് നിങ്ങൾ കാണുന്ന 2 പേർക്ക് പഠിച്ചോ ദീർഘായുസ് കൊടുക്കട്ടെ. അത്ര എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളും അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പം മനസ്സിലായില്ല അച്ഛനും അമ്മയും ആരാന്നുള്ളത്.